പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു തിരിച്ചുവരവിന്റെ സൂചന. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് LDF ക്യാമ്പുകൾക്ക് ആവേശം പകരുന്ന ഒരേ ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, നിലവിൽ കോഴിക്കോട് നോർത്തിൽ BJPയുടെ തേരോട്ടം, കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ 330 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പെരുമ്പാവൂരിൽ UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തയുടെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ഷൊർണൂരിൽ LDF ലീഡ് തിരിച്ചുപിടിച്ചിരിക്കുന്നു. ഷൊർണൂരിന്റെ കോട്ടയിൽ LDF ലീഡ് തിരിച്ചുപിടിച്ചിരിക്കുന്നു. 1689 വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി P മമ്മിക്കുട്ടി മുന്നിൽ. ഹരിഗോവിന്ദൻ മാഷ് പിന്നിലാവുന്നു, മമ്മിക്കുട്ടി മുന്നിലാവുന്നു. ധർമ്മടത്ത് ഭൂരിപക്ഷം കുറയുന്നു, 2077 എന്നുള്ള. തമിഴ്നാട്ടിൽ വലിയ നാടകീയ കാഴ്ചകളാണ്. DMK പാർട്ടി ആസ്ഥാനത്ത് നാടകീയ രംഗങ്ങൾ. പൊട്ടിക്കരഞ്ഞ് DMK പ്രവർത്തകർ എന്നതാണ്. അപ്രതീക്ഷിതമായ വലിയ തിരിച്ചടിയാണ് തമിഴ്നാട്ടിൽ DMK നേരിടുന്നത്. TVK വളരെ ചെറിയ കാലത്തിനകത്ത് രൂപീകരിച്ച ഒരു പാർട്ടി മാസങ്ങൾക്കുള്ളിൽ തമിഴ്നാട് അട്ടിമറിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം. 99ലേക്ക് TVK കടക്കുന്നു എന്ന് പറഞ്ഞാൽ 100ലേക്ക് അടുക്കുകയാണ് വിജയുടെ TVK 100. AADMK 76 സീറ്റിലേക്ക് നിന്നു. അപ്പോൾ ധർമ്മടത്ത് 3ാം റൗണ്ടിലും പിണറായി വിജയൻ പിന്നിലാണ് എന്ന വാർത്ത കൂടി വരികയാണ്. 3ാം റൗണ്ട് എണ്ണി തീരുമ്പോഴും ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിലാണ്. വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. 2077 വോട്ടിന്റെ ലീഡാണ് അബ്ദുൾ റഷീദിന് ധർമ്മടത്തുള്ളത്. ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കോട്ടകൾ തകരുന്നു. മാനന്തവാടിയിൽ LDFന്റെ ലീഡ്. OR കേളു 3150 വോട്ടിന്റെ ലീഡ്. തിരിച്ചു വരാത്ത ഒരു യാത്രയല്ല ഇത്, മടങ്ങി വരാൻ കഴിയാത്ത പരാജയവുമല്ലിത്. ഒരുപക്ഷെ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതൊരു ഇടവേള മാത്രമായിരുന്നു. ഒരു സൂപ്പർ ടിസ്റ്റിനുള്ള സാധ്യത ഇനിയും ഷൊർണൂരിൽ തിരിച്ചു വരുന്നു. ഒപ്പം തന്നെ മാനന്തവാടിയിൽ തിരിച്ചു വരുന്നു. കോഴിക്കോട് നോർത്തിൽ തിരിച്ചു വരുന്നു. ലീഡ് ചെയ്യുന്നു എന്ന വാർത്തയാണ്. കഴിയുമോ നിങ്ങൾക്ക്? വോട്ടിന് UDF ലീഡ് ചെയ്യുന്നു. ഒന്ന് തള്ളി വരികയായിരുന്നു. 974 വോട്ടിന് UDF ലീഡ് ചെയ്യുന്നു. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്ത TK ഗോവിന്ദൻ 974 വോട്ടുകൾക്ക് തളിപ്പറമ്പിൽ ലീഡ് ചെയ്യുന്ന അവിശ്വസനീയമായ വാർത്ത. 22,000 വോട്ടുകൾക്ക് ഗോവിന്ദൻ മാഷിനെ വിജയിപ്പിച്ച തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇക്കുറി PK ശ്യാമളയ്ക്ക് അടിപതറുമോ? TK ഗോവിന്ദനെ വിജയിപ്പിക്കുമോ? കേരളം ഒന്നാകെ ഇടതുവിരുദ്ധ തരംഗമാണോ? ഭരണവിരുദ്ധ തരംഗമാണോ? ഭരണവിരുദ്ധ തരംഗത്തിനും മുകളിലാണോ? സാക്ഷാൽ പിണറായി വിജയന് പോലും അടിതെറ്റുന്നു എന്നുള്ളതാണ്. ധർമ്മടത്ത് 3ാമത്തെ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴും പിണറായി വിജയൻ പിന്നിലാണ്. PK ശ്യാമള 974 വോട്ടുകൾക്ക് പിന്നിലാണ് എന്നുള്ളതാണ്. പയ്യന്നൂരിലും സ്ഥിതി കഷ്ടമാണ്. അട്ടിമറികളും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രവചിച്ച ഇതാണ് ജനവിധി എങ്കിൽ ഇതൊരു ഭരണവിരുദ്ധ വികാരം എന്ന നിലയിൽ മാത്രമല്ല. പക്ഷേ അപ്പോഴും പേരാവൂരിൽ KK ശൈലജ ലീഡ് ചെയ്യുന്നു. പേരാവൂരിൽ KK ശൈലജ 453 വോട്ടിന് ലീഡ്. ഇതെന്തൊരു വിധിയാണ്? ധർമ്മടത്ത് പിണറായി വിജയന്റെ ലീഡ് കുറയുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ നിൽക്കുന്നു. പേരാവൂരിൽ KK ശൈലജ മുന്നിൽ നിൽക്കുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ, പേരാവൂരിൽ KK ശൈലജ മുന്നിൽ. തളിപ്പറമ്പിൽ PK ശ്യാമള പിന്നിൽ. പത്തനാപുരത്ത് ലീഡ് പിടിച്ച് വീണ്ടും ജ്യോതികുമാർ ചാമക്കാല. 973 വോട്ടിന് ജ്യോതികുമാർ ചാമക്കാല മുന്നിലാണ്. പത്തനാപുരത്തെ കോട്ട ഇളകിപ്പോയിരിക്കുന്നു എന്നതാണ്. ഒരാൾക്ക് പണിയെടുത്താൽ കീഴടക്കാൻ കഴിയാത്ത മാടമ്പിത്തറവാടൊന്നുമില്ല എന്നാൽ ഗ്ലാമർ മന്ത്രിമാർ പോലും തോൽക്കുന്ന ഒരു സാഹചര്യമാണ്. KSRTCയെ കട്ടപ്പുറത്ത് നിന്ന് നിരത്തിലിറക്കിയ മന്ത്രി എന്ന് പേരെടുത്ത ഗണേഷ് കുമാർ പോലും പത്തനാപുരത്ത് പരാജയപ്പെടാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന പുറത്തു വരികയാണ്. അപ്പോൾ ജ്യോതികുമാർ ചാമക്കാല തുടക്കം മുതൽ ലീഡ് നിലനിർത്തി തന്നെ മുന്നോട്ട് പോവുകയാണ്. 754 വോട്ടിന് മുന്നിൽ. പൊന്നാനിയിൽ നൗഷാദ് അലി 754 വോട്ടിന് മുന്നിൽ. മലപ്പുറം കോട്ടകളാകെ UDFനൊപ്പം നിൽക്കുമ്പോൾ ഇളകില്ല. പൊന്നാപുരം കോട്ടയാണ് ഇടതിന്റേതെന്ന് പറഞ്ഞപ്പോൾ അടൂരിൽ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാർ 776 വോട്ടുകൾക്ക് മുന്നിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ റൗണ്ട് എണ്ണി കഴിയുമ്പോൾ കാപ്പൻ പാലയിൽ 1859. ദേവികുളത്തെ എഫ്രാജയാണ് രാജ നിലവിൽ. ദേവികുളത്തെ എഫ്രാജ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോഴിക്കോട് സൗത്തിലുള്ള BJPയുടെ അപ്രമാദിത്വം അവസാനിച്ചു. അവിടെ TK റനീഷ് പിന്നിലായിരിക്കുന്നു. കോഴിക്കോട് സൗത്തിൽ തിരിച്ചുപിടിച്ചിരിക്കുന്നു. പാലക്കാട് BJPയുടെ ലീഡ് കുറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് 737 വോട്ടുകൾക്ക് മുന്നിലാണ്. പക്ഷേ നേരത്തെയുള്ള ലീഡ് കുറഞ്ഞു വരുന്നു. LDF പിടിച്ചു. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ലീഡ് 915 ലീഡ്.